നല്ല അൽവ പോലത്തെ ബീഫിന്റെയും ചിക്കന്റെ ഒക്കെ ബിരിയാണി കഴിക്കാൻ ഒരു പൂതി. അപ്പൊ ഒരു ദമ്മിട്ട ബിരിയാണി ഡേറ്റിന് പോയാലോ? തിന്നാൻ മുട്ടിയെ തിന്നണം. അപ്പൊ തിന്നാൻ മുട്ടിയെ തിന്നാനല്ലാതെ പറ്റൂലല്ലോ അല്ലെ. വേറൊരു സ്ഥലത്തൂടി പോവാണ്ട്, വീഡിയോന്റെ ലാസ്റ്റ് പറയാം. ബിരിയാണി ഡേറ്റ് ആയതുകൊണ്ട് മാറ്റി ഒരുങ്ങി ചുരിദാറൊക്കെ വലിച്ചേറ്റി പോയാൽ ഞാൻ കുടുങ്ങിട്ടോ. ക്യൂ നിന്ന് കൊയങ്ങി. തിരക്കിൽ കാര്യമുണ്ട് മക്കളെ. അടിപൊളി ബിരിയാണി 110 റുപ്യക്ക് ഫുള്ളും, ഹാഫിന് 80 റുപ്യയും. അതും ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും സെയിം പ്രൈസ്, അടിപൊളി ടേസ്റ്റ്. സീറ്റിലാണ്ട് സാധനം വെക്കാൻ വെച്ച തിണ്ടുപോലെ വരെ ആൾക്കാർ ഇരുന്ന് ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടാ. എന്തുമാതിരി തിരക്കാടോ. സീറ്റിന് ക്യൂ നിൽക്കണവര്, ക്യൂ നിന്ന് പാർസൽ വാങ്ങണവര്, പല ജാതി ആൾക്കാർ. അതിന്റെ ഇടയിൽ ഞാൻ 2 മണിക്ക് ഈ തിരക്കാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൊന്നും നിങ്ങൾ ആ വൈകി പോവാത്താണ് കേട്ടോ നല്ലേ. വേണ്ടവര് നേരത്തെ പോന്നോളി. നല്ല തിരക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി സ്പോട്ട് ഉണ്ട് കേട്ടോ. അത് ഞാനൊരു ഹാഫും മറ്റുള്ളൊരു ഫുള്ളും ഉണ്ടോ പറഞ്ഞ്. ഹാഫിന്റെ ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, അത്യാവശ്യം കൂടുതൽ ഉണ്ടേനി കേട്ടോ. അപ്പൊ ക്വാണ്ടിറ്റിയുടെ കാര്യം സെറ്റ്. ക്വാളിറ്റി ആണെങ്കിൽ ചെമ്പ് തീരണ അത്ര തിരക്ക്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അരീക്കാടുള്ള നഹ്ലാസ് ആണ് സ്പോട്ട്. പോണ വൈക്ക് ഫ്രൂട്ട്സ് കാക്കന്നെ റംബുട്ടാനും കൂടി വാങ്ങിയാണ്ട് നമ്മൾ നേരെ വിട്ട് SM. ഇത് വാങ്ങിയതിന്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. അവിടെ കുറച്ചു നേരം തൊള്ളിയും തുറന്നിരുന്നപ്പോഴാണ് ഇതുപോലത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാവേലിയും പുലിക്കളിയും മക്കളൊക്കെ ആയിട്ട് ഹരയും. ഇപ്പോഴാണ് ഞാൻ ആ കുപ്പായിടാത്ത സത്യം മനസ്സിലാക്കിയ മക്കളെ. നേരം വൈകിക്കണം. ഇന്റെ പോലെ പേരയിൽ വേലയും കൂലി ഒന്നും ഇല്ലാതെ കുത്തിരിക്കണവരുണ്ടെങ്കിൽ പോയി കണ്ടോളി. കൂലി അത്രക്കുള്ളൂ. ജയിലറൊന്നും പ്രതീക്ഷിച്ചു പോകണ്ട. ആ മൈൻഡ് ആക്കണ്ട. പോപ്കോണിന് പകരം ഹെൽത്തി ആൻഡ് വെറൈറ്റി പിടിച്ചു നോക്കിയത്. അത് കഴിഞ്ഞ് കളന്തൻസ് ഒരു ഷെയ്ക്ക് അടിച്ചാണ്ട് നമ്മള് വിട്ടിട്ടോ. അപ്പൊ ആയിക്കോട്ടെ എന്നാ.